തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ 10ാം നിലയിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനി റോയിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം റോയിയുടെ കുണ്ടറയിലെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. മകളുടെ മരണവാർത്തയറിഞ്ഞ് ഉറക്കെ കരയാൻ പോലും കഴിയാത്ത ബധിരരും മൂകരുമായ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കി കുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിനാലാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടാൻ കാരണം. ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. എന്ന് പറഞ്ഞാൽ ആ കുട്ടി അന്ന് ആ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഒരു രാവിലെ ഇവിടെ വിളിച്ചിരുന്നു എന്ന് വിളിച്ചിരുന്നു. നല്ല സന്തോഷമായിട്ട് തന്നെയാണ് സംസാരിച്ചത്, കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. കുട്ടിയെ നല്ല രീതിയിൽ ഹരാസ് ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് മരണ കാരണമെന്ന് ഞങ്ങൾ നാട്ടുകാരും രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിലയിൽ തന്നെ നിൽക്കുകയാണ്. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തു നിന്നുള്ള ക്രൈം ഡിറ്റാച്ച്മെന്റ് ACP KE ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം റോജിയുടെ കുണ്ടറയിലെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്ന് ACP പറഞ്ഞു. കേസിന്റെ അന്വേഷണം നടത്താൻ വേണ്ടി അവരുടെ പേരൻസിനെ മൊഴിയെടുക്കാൻ വേണ്ടി വന്നതാണ്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. അന്വേഷണം തന്നെ ശേഷിയേ പറയാൻ പറ്റുള്ളൂ. ഈ മാസം 6-നായിരുന്നു തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ 10ാം നിലയിൽ നിന്ന് റോയിയെ വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജൂനിയേഴ്സിനെ റാഗ് ചെയ്തെന്ന പരാതിയിൽ പ്രിൻസിപ്പൽ വിശദീകരണം ചോദിച്ചതിനെ തുടർന്ന് റോയി ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.